ഹലോ. പല തിരക്കുകളും കാരണം ലോങ് വീഡിയോ ഇട്ടിട്ട് ഒരുപാടായി. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റിച്ച് ചെയ്യണത് കാണിക്കുന്നത് ഈ ഒരു ഡ്രസ്സാണ്. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. എന്നാലും നെക്ക് ചെയ്യണ വീഡിയോ മാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. ലൈനിങ് മൂലം മാത്രമാണ് ഞാൻ അതിൻ്റെ ഡിസൈൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. വർക്ക് ക്ലോത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഭാഗത്തിൻ്റെ പകുതി മുക്കാൽ ഭാഗം നമ്മൾ ഡിസൈനാക്കി തന്നെയാണ് കൊടുക്കുന്നത്. കാരണം ഉള്ളിൽ വേറെ ക്ലോത്ത് വെച്ച് കവർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ലെങ്ത്തും ഇവിടുത്തൊക്കെ നമ്മളിത് നോക്കിയിട്ട് കാര്യമില്ല. കാരണം നമ്മളെ പ്രായത്തിനനുസരിച്ച് നമ്മളെ ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് കൂടുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഫുള്ളായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കണമെങ്കിൽ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു 6 വയസ്സായ കുട്ടിക്കാണ്. അപ്പോൾ ഇതിൻ്റെ ബോഡി പാർട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 10 ആയിരുന്നു. പിന്നെ അതിൻ്റെ നെക്കിൻ്റെ ലെങ്ത്ത് മാത്രം 2.5 ഇഞ്ച് എടുത്തിട്ടുള്ളൂ ഞാൻ. കോളറൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നെക്കിൻ്റെ വിടുത്തും ലെങ്ത്തുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം ഇതിൻ്റെ അടിഭാഗത്ത് ഫുള്ളായിട്ട് ഡിസൈൻ വരുന്നതുകൊണ്ട് നെക്ക് കുറച്ച് കയറി കിടക്കുന്നതാണ് അതിൻ്റെ ഭംഗി. പിന്നെ ആദ്യം ഞാൻ ആ നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ആദ്യം സ്റ്റിച്ച് ചെയ്തത് ഈ ഒരു മയത്തുള്ളി പോലത്തെ ഈ ഒരു ഭാഗം മാത്രമാണ്. നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഭാഗം മാത്രമാണ് സ്റ്റിച്ച് ചെയ്ത് പിന്നെ ചെറിയ കട്ടിട്ടുകൊണ്ട് ഉള്ളിലേക്ക് മടക്കി തയ്ച്ചത്. ഇത് നമ്മൾ മെയിൻ ക്ലോത്ത് കുറച്ച് കട്ടുള്ളതായതുകൊണ്ട് ഞാൻ ക്രേപ്പ് ലൈനിങ് മാത്രം ഇതിന് യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ജോർജറ്റിലെ നെറ്റിലൊക്കെയാണ് നമ്മൾ ഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ക്രേപ്പ് ലൈനിങ് കൊടുക്കണം. പിന്നെ അതിൻ്റെ അടിയിൽ കോട്ടൺ ലൈനിങ് കൊടുക്കണം. അപ്പോൾ നമ്മൾ കോട്ടൺ ലൈനിങ്ങിൽ മാത്രം ഡിസൈൻ കട്ട് ചെയ്ത് ഇങ്ങനെ ചെയ്യൽ. പിന്നെ ആ ഒരു ഡിസൈനിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റാണ് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യണത്. നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ അത് മറിച്ചെടുക്കുന്ന രൂപത്തിലല്ല സ്റ്റിച്ച് ചെയ്യണത്. നെക്ക് ജസ്റ്റ് ആ ഒരു കട്ട് ചെയ്ത ഭാഗം അവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചതിന് ശേഷം ആ ഭാഗം നമ്മൾ ക്രോസ് പീസ് ഇട്ടിട്ട് മടക്കി അടിക്കുകയാണ് ചെയ്യണത്. അത് ഞാൻ ക്രോസ് പീസ് ഇട്ടിട്ട് മടക്കി അടിക്കണത് ഞാൻ അതിൽ കാണിക്കാൻ മറന്നിട്ടുണ്ട്. പിന്നെ നെക്കായാലും എന്തായാലും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുള്ളായിട്ടൊന്ന് പതിച്ചടിക്കണത് നല്ലതാണ്. എന്നാലും നമുക്ക് ക്ലോത്ത് ഇളകി പോകില്ല. പിന്നെ ഫുള്ള് കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം നെക്കിന് മാത്രം ക്രോസ് പീസ് ഇട്ടുകൊണ്ട് മറിച്ചടിച്ചെന്ന് പറഞ്ഞില്ലേ, അതാണ് ഈ കാണിക്കുന്നത്. പക്ഷേ അത് ഞാൻ ഫുള്ളായിട്ട് എടുക്കാൻ മറന്നുപോയി. പിന്നെ നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കട്ട് ചെയ്ത് മറിച്ചടിച്ചില്ല. ആ ഒരു മയത്തുള്ളി പോലത്തെ ആ ഒരു ഭാഗം അവിടെ നമ്മൾ പ്ലെയിൻ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നെക്കിൻ്റെ ആ ഒരു ലെങ്ത്ത് കഴിച്ചതിന് ശേഷം ഒരു 4.5 ഇഞ്ചിലാണ് ഞാനിത് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ പ്ലെയിൻ ക്ലോത്ത് ആക്കാൻ കാരണം ഇതിൻ്റെ പാൻറ്റിൻ്റെ ക്ലോത്ത് വരുന്നത് ഈ പ്ലെയിൻ ക്ലോത്താണ്. അതുകൊണ്ടാണ് അങ്ങനെ ആക്കാൻ കാരണം. പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ ഞാനൊരു പേൾ തുന്നി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലേസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. കാരണം ഇതൊരു അർജൻറ്റുള്ള ഓർഡർ ആയിരുന്നു. ഇത് കൊടുത്തിട്ട് ഒരുപാട് ദിവസമായി. പക്ഷേ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഒരുപാട് ദിവസമായി. എല്ലാ ഡ്രസ്സിനും ഞാൻ ഓരോ വീഡിയോസ് എടുത്ത് വെക്കും. പക്ഷേ അത് പോസ്റ്റ് ചെയ്യാൻ ഓരോ തിരക്ക് കാരണം എനിക്ക് കഴിയലില്ല. പിന്നെ ഓരോരുത്തർ മെസ്സേജ് അയച്ചിട്ട് അതിന് റിപ്ലൈ തരാനും പിന്നെ അതുപോലെ നിങ്ങൾ മെസ്സേജ് അയക്കണത് എന്നോട് ഓരോന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതൊന്നും എനിക്ക് കഴിയലില്ല. കാരണം സ്റ്റിച്ചിങ്ങിൻ്റെ ഓരോ തിരക്കുണ്ടായതുകൊണ്ടാണ്. പിന്നെ ഇതിൻ്റെ ഹെയർ ക്ലിപ്പിൻ്റെ ബോ നമ്മൾ ബട്ടർഫ്ലൈ രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പാൻറ്റ് കണ്ടില്ലേ, പാൻറ്റ് നമ്മൾ ആ ഒരു തുടഭാഗത്തിൻ്റെ ഒരു മുട്ടിൻ്റെ മേലിന് നമ്മൾ ഇവിടെ ഒരു അംബ്രല കട്ടാക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ പാൻറ്റ് ഞാൻ അധികം ചെയ്തിട്ടില്ല. ഒരു പ്രാവശ്യമായിട്ട് ആദ്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ഈ ചെയ്യണത്. ഇതിന് നമ്മൾ സാധാരണ സറാറ പാൻറ്റിനേക്കാളും കുറച്ച് ക്ലോത്ത് അധികം വേണം. അതുകൊണ്ട് ഞാനിത് അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഈ പാൻറ്റാണ് എനിക്ക് അധികം ഒരു ഭംഗിയായിട്ട് തോന്നൽ. പിന്നെ ഇതിൻ്റെ ബോഡി പാർട്ടുമ്പോൾ നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള ഈ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തില്ല. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റോൺ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് മാച്ച് ചെയ്യുന്ന ഒരു സിൽവർ കളർ സ്റ്റോൺ തന്നെയാണ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റ് ആക്കിയാൽ മതി. എനിക്ക് കഴിയുന്ന പോലെ ഞാൻ റിപ്ലൈ തരലുണ്ട്. പിന്നെ വെഡ്ഡിങ്ങിൻ്റെ ഓരോ സീസൺ ആയതുകൊണ്ട് വെഡ്ഡിങ്ങിൻ്റെ വർക്കുകൾ ഒരുപാടുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. പിന്നെ അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്ന ഇതാണ്. ഇത് ടോപ്പും സറാറ പാൻറ്റും ആയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കസ്റ്റമർ ഇതിൻ്റെ റെഫറൻസ് ബുക്ക് നമുക്ക് ആദ്യം തന്നെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എല്ലാ വീഡിയോസും കാണുമ്പോൾ എല്ലാവരും ചോദിക്കലുണ്ട് എത്ര ക്ലോത്ത് എടുത്തു എന്നുള്ളത്. അപ്പോൾ ഈ 6 വയസ്സായ കുട്ടിക്ക് നമ്മൾ ക്ലോത്ത് എടുത്തിട്ടുള്ളത് 1.5 മീറ്ററും പാൻറ്റിന് എടുത്തിട്ടുള്ളത് നമ്മളൊരു 3.5 മീറ്ററുമാണ്. ഇത് കസ്റ്റമർ തന്നെ കൊണ്ടുവന്ന ക്ലോത്ത് ആയിരുന്നു. ഇത് ക്ലോത്ത് ഞാൻ വാങ്ങിയതല്ല. അപ്പോൾ ഇതിന് ക്ലോത്ത് വരുന്നത് ഇത്രയാണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കസ്റ്റമർ ഇട്ട ഫോട്ടോ കൂടി ആഡ് ചെയ്യണുണ്ട്. കാരണം കസ്റ്റമർക്ക് ഇത് കൊടുത്തിട്ട് ഒരുപാടായി. പോലെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാടായി. അന്ന് നമുക്ക് ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുക. ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളെ റിലേറ്റീവോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഓൽക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.